ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായി എമ്പുരാൻ്റെ ഇടവേളയിൽ മമ്മൂക്കയെ കണ്ടപ്പോൾ അത് ഹർഷാരവങ്ങളുടെ ആഘോഷവും ആർപ്പുവിളിയും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ, മലയാളത്തിൻ്റെ എമ്പുരാന് മുകളിൽ നിൽക്കുന്ന ആ ഒരു തമ്പുരാൻ്റെ സ്ക്രീൻ പ്രസൻസ് തന്നെ ഇത്രത്തോളം ഓളം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതെ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എമ്പുരാൻ തുടങ്ങുന്നതിന് മുമ്പ് പല തിയേറ്ററുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് ബസൂക്കയുടെ ട്രെയിലർ അപ്ഡേറ്റുകളായിരുന്നു. ട്രെയിലർ അവിടെ പ്രദർശിപ്പിക്കുമ്പോൾ ഹർഷാരവങ്ങൾ തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. അത്രത്തോളം ആർപ്പുവിളികളും ഹർഷാരവത്തോടും കൂടി എതിരേറ്റിരിക്കുകയായിരുന്നു. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് മിക്ക തിയേറ്ററുകളിലും ഈ ഒരു സിനിമയുടെ ആ ഒരു ട്രെയിലർ പ്രദർശിപ്പിച്ചത്. ഇന്നലെ സിനിമ ഒഫീഷ്യലായിട്ട് അതിൻ്റെ ട്രെയിലർ പുറത്തിറക്കിയെങ്കിൽ ഇന്ന് നമുക്ക് തിയേറ്ററുകളിൽ കാണാൻ കഴിയുന്നു. ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ, ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ആളുകൾ പറയുന്നു മമ്മൂക്കയുടെ ആ ഒരു അപ്പിയറൻസ്, സ്റ്റൈലിഷ് അപ്പിയറൻസ്, അത് ഇന്ത്യൻ സിനിമയിൽ വേറെ ഒരു നടനും ഇല്ല എന്നുള്ളതാണ്. അത് തന്നെ അവരെല്ലാവരും ഒരു ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. ഇവിടെ മമ്മൂക്കയുടെ ആ ഒരു വേഷപ്പകർച്ച കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അല്ലെങ്കിൽ ഇവിടെ മലയാളത്തിൽ വീണ്ടും ഒരു 100 കോടി എത്താൻ പോകുന്നു എന്നുള്ളതാണ്. യാതൊരു സംശയങ്ങളുമില്ല. ഹെവി ക്വാളിറ്റിയിൽ വരുന്ന ഈ ഒരു ചിത്രത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ട്രെയിലർ ഇതിനോടകം തന്നെ 3 മില്യണും കടന്ന് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എമ്പുരാൻ്റെ ഇടയിൽ മമ്മൂക്കയെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാവുന്നതാണ്. എന്താണ് തൃശ്ശൂർ രാഗത്തിൽ ഇന്നലെ ആ ഒരു അപ്ഡേറ്റ്, അല്ലെങ്കിൽ തൃശ്ശൂർ രാഗത്തിൽ ഈ ഒരു ട്രെയിലറിൻ്റെ റിലീസ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, തിയേറ്റർ ഇളക്കി മറിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. ഇന്ന് എമ്പുരാൻ്റെ ഇടയിൽ കൂടെ ബസൂക്ക എത്തുമ്പോൾ അത് മറ്റൊരു ഗംഭീര വരവ് തന്നെയാണ്. ഒരു പക്ഷേ എമ്പുരാന് പോലും വെല്ലുവിളിയാകുന്ന തരത്തിലുള്ള മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തണം. ഗ്രേറ്റ് മീഡിയാസ്.